ബോക്സ് ഓഫീസിൽ വൻ കുതിപ്പ് ലക്ഷ്യമിട്ട് ക്രിസ്മസ് റിലീസായി പുറത്തിറങ്ങിയ മാസ് മസാല എന്റർടൈനർ സിനിമയായിരുന്നല്ലോ ബബ്ബബ്ബ. ദിലീപിന്റെ തിരിച്ചുവരവും ലാലേട്ടന്റെ അഴിഞ്ഞാട്ടവും ഗോകുല മൂവീസ് എന്ന ഒരു വലിയ നിർമ്മാണ കമ്പനിയും കൂടി ഒത്തുചേരുമ്പോൾ ഒരു മാസ് മസാല എന്റർടൈനർ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കും എന്ന് തന്നെയാണ് ബബ്ബബ്ബ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ പ്രേക്ഷകരും പ്രതീക്ഷിച്ചിരുന്നത്. സിനിമയ്ക്കുണ്ടായ ഹൈപ്പ് പോലെ തന്നെ ആദ്യ ദിവസങ്ങളിൽ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടാനായപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളിൽ സിനിമയ്ക്ക് വലിയ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത്. 20 കോടി രൂപയോളം ബജറ്റ് പറയുന്ന സിനിമയ്ക്ക് 50 കോടി കളക്ഷൻ പോലും ബോക്സ് ഓഫീസിൽ നിന്ന് നേടാനായില്ല എന്നുള്ളത് സിനിമയുടെ പരാജയത്തിന്റെ ആഴം കൂട്ടുന്നു. കഴിഞ്ഞ ദിവസം സിനിമയുടെ OTT റിലീസും നടന്നിരിക്കുകയാണ്. OTT റിലീസ് ആയതിനു ശേഷം സിനിമ പൂർണ്ണമായും എയറിലാണ് എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. മാസ് മസാല എന്റർടൈനർ ആണെങ്കിലും ഒരു സ്പൂഫ് പടത്തിന്റെ ജോണറിലാണ് സിനിമ ഇറങ്ങിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സിനിമ ഒരിടത്ത് പോലും പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിക്കുന്നില്ല എന്നുള്ളിടത്താണ് സിനിമയുടെ പരാജയം എല്ലാവരും കണക്കാക്കുന്നത്. അയംകുളം കൊച്ചുണ്ണി എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രം ആ സിനിമയെ വേറെ ലെവലിലേക്ക് എത്തിച്ചത് നമുക്ക് എല്ലാവരും അറിയാവുന്നതാണല്ലോ. എന്നാൽ ബബ്ബബ്ബ എന്ന സിനിമയിൽ മോഹൻലാലിന്റെ കഥാപാത്രത്തിന് അപ്പാടെ വിമർശനങ്ങൾ മാത്രമാണ് ഏറ്റുവാങ്ങാൻ സാധിക്കുന്നത്. ലാലേട്ട ഇനിയെങ്കിലും ഇത്തരം സിനിമകൾ ചെയ്യില്ലേ എന്നാണ് ആരാധകർ എല്ലാം തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത്. ചുമ്മാ മുണ്ടു മടക്കി കുത്താനും മീശ വിരിച്ച് കാണിക്കാനും മാസ് കാണിക്കാനും മാത്രമായാണ് മോഹൻലാലിനെ കൊണ്ടുവന്നത് എന്നാണ് സോഷ്യൽ മീഡിയ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ അത്തരം സീനുകൾ പോലും മികച്ച ആംഗിളിൽ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനോ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനോ സിനിമ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. മാസ് മസാല എന്റർടൈനർ സിനിമയിൽ ലാലേട്ടനെ ലഭിച്ചിട്ട് പോലും സംവിധായകനും നിർമ്മാതാവിനും ആ മികച്ച നടനെ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് ബബ്ബബ്ബ എന്ന സിനിമയുടെ പരാജയത്തിന് ഉത്തമ ഉദാഹരണമാണ്. ഒട്ടനവധി സിനിമകളുടെയും നടന്മാരുടെയും റെഫറൻസും സീനുകളും എല്ലാം എടുത്തു വാരി വിതറിയിട്ടും സിനിമയ്ക്ക് ഒരു തരത്തിലും പ്രേക്ഷകനെ എൻഗേജ് ചെയ്യിപ്പിക്കാനോ പിടിച്ചിരുത്താനോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ബബ്ബബ്ബ എന്ന സിനിമയുടെ വലിയ പരാജയത്തിന് കാരണം. 2026 വർഷത്തിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി ക്യാമിയോ റോളുകളും അതുപോലെ തന്നെ നല്ല സിനിമകളുടെ ലൈനപ്പ് ഉള്ള വർഷമാണ്. ആ പഴയ വിജയ വഴിയിലേക്ക് ലാലേട്ടൻ വേഗം തിരിച്ചെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.